ഹായ്, നമസ്കാരം ഗെയ്സ്. ഇന്ന് നല്ലൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാത്തിൽ നിന്നൊരു വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ കുട്ടി സ്റ്റോറിയിൽ വളരെ പ്രയോജനകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. വിജയത്തിൻ്റെ രഹസ്യം. എല്ലാ മനുഷ്യന്മാർക്കും ഒരു ജീവിതത്തിൽ ഒരു സക്സസ്ഫുൾ ഉണ്ടാവുകയില്ലേ? ആ സക്സസ്ഫുള്ളിന് അനുയോജ്യമായ ഒരു സ്റ്റോറിയും അതോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് കുട്ടി സ്റ്റോറിയിലേക്ക് പോകാമല്ലേ? ഒരിക്കൽ ഒരു യുവാവ് ഒരു വിജ്ഞാനിയോട് ചോദിച്ചു, ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള എളുപ്പ വഴി എന്താണ് എന്നെനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ജ്ഞാനിയോട് ചോദിച്ചു. ജ്ഞാനി ഒന്നും മിണ്ടാതെ അവനെ ഒരു പുഴയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് ജ്ഞാനി അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. വെള്ളത്തിനടിയിലായ യുവാവ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവൻ പുറത്തേക്ക് കടക്കാൻ സർവശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം അവൻ വെള്ളത്തിന് പുറത്തെത്തിയപ്പോൾ ആർത്തിയോടെ ശ്വാസം വലിച്ചെടുത്തു. അതായത് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയായിരുന്നു അവൻ. അവസാനം അവൻ വെള്ളത്തിന് പുറത്തെത്തിയപ്പോൾ ആർത്തിയോടെ ശ്വാസം വലിച്ചെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജ്ഞാനി ആ പുഴയുടെ കരയിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയുണ്ടായിരുന്നു. ജ്ഞാനി യുവാവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ നിനക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്നത് എന്തായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. യുവാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്താണ്? എൻ്റെ ശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ജ്ഞാനി പറഞ്ഞു, ആ ശ്വാസത്തിന് വേണ്ടി നീ എത്രത്തോളം കൊതിച്ചോ അത്രത്തോളം ആഗ്രഹം നിനക്ക് നിന്റെ ലക്ഷ്യത്തോടും ഉണ്ടെങ്കിൽ നിനക്ക് വിജയം ഉറപ്പാണ്. ആ ആഗ്രഹമാണ് വിജയത്തിൻ്റെ ഒരേ ഒരു രഹസ്യം. നിനക്ക് നിന്റെ ആഗ്രഹത്തോട് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വിജയം നിനക്കുറപ്പാണ്. അതായത് ആഗ്രഹമാണ് വിജയത്തിൻ്റെ ഒരേ ഒരു രഹസ്യം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ വിജയം നമ്മളിലേക്കെത്തും. നമ്മൾ ഒരു വസ്തുവിനെ ആഗ്രഹിക്കുന്നതിന് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട. നമ്മുടെ ആഗ്രഹം വളരെ അധികം തീവ്രതയാണെങ്കിൽ, അതായത് തീവ്രമാണെങ്കിൽ, അത് നമ്മുടെ ആ ആഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള പാതകളും അത്ര അധികം തീവ്രമായിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വിജയത്തിൻ്റെ രഹസ്യം എന്നത് നമ്മളുടെ ആഗ്രഹം തന്നെയാണ്. നമ്മൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുവാൻ വേണ്ടി പല ശ്രമങ്ങളും നമ്മൾ നടത്താറുണ്ട്. ആ ശ്രമങ്ങളുടെ ശക്തിയുടെ കാഠിന്യമാണ് നമ്മളുടെ വിജയത്തിൻ്റെ രഹസ്യം. നമ്മളൊക്കെ പറയാറില്ലേ, ചില വിഷയങ്ങൾക്ക് കുട്ടികൾ വളരെയധികം വാശി പിടിക്കാറുണ്ടെന്ന്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുട്ടികൾ പിടിക്കുന്ന വാശി അവർ ജയിച്ചിട്ടേ ഉള്ളൂ. അവരുടെ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി അവർ വളരെയധികം കരയുകയും നമ്മളെ അതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവർ ആ കുഞ്ഞു മനസ്സുകൊണ്ട് തന്നെ പല ശ്രമങ്ങളും നമ്മളോട് കാണിക്കാറുണ്ട്. അത് തന്നെ നമുക്കൊരു വലിയ മാതൃകയല്ലേ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ആഗ്രഹമാണ് മക്കളെ നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്താഗ്രഹിച്ചാലും കിട്ടുമോ എന്നത്. ഞാൻ കിട്ടുന്നതിനെയോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ എന്ന വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ആഗ്രഹത്തോട് നമ്മൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ആഗ്രഹം ഒരു ദിവസം നമുക്ക് സഫലമാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ തിരിച്ചറിവല്ലേ നമ്മുടെ വിജയം? അതാണ് പറയുന്നത്, വിജയത്തിൻ്റെ രഹസ്യം എന്നത് ആ ജ്ഞാനി പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ആഗ്രഹം എത്ര ബലമുള്ളതാണോ അതായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെയും രഹസ്യം. ഞാൻ വ്യക്തമായി പറയുന്നു, ആഗ്രഹമാണ്, അത്യാഗ്രഹമല്ല. അത്യാഗ്രഹം ആപത്താണ്. മാന്യമായ ആഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച്, നല്ലതായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഉറപ്പായും നമ്മളെന്ത് ചെയ്യും? അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കില്ലേ? അത്രേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ പലരും ഒരു കാറ്, വീട് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കില്ലേ?
അത് പലരും സാധിച്ചിട്ടുമില്ലേ? അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ വിജയമല്ലേ? നമുക്ക് ഇന്നതാകണം, ഇന്നത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കില്ലേ? അതിനുവേണ്ടി പരിശ്രമിക്കില്ലേ? അപ്പോൾ നമ്മളത് സാധിക്കാറില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും വിജയത്തിൻ്റെ രഹസ്യം നമ്മളുടെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല കുട്ടി സ്റ്റോറിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളോട് വിട പറയുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് അടിക്കുവാനും കമൻസ് ഇടുവാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.